മാന്നാറിന്റെ പ്രധാന വികസന പദ്ധതികൾക്ക് തടസ്സമായിട്ടുള്ളത് ആവശ്യമായ സ്ഥലം ലഭിക്കാത്തതാണെന്ന് മന്ത്രി സജി ചെറിയാൻ ജനകീയ വികസന കൂട്ടായ്മയിലാണ് ഇക്കാര്യം അറിയിച്ചത്. മാന്നാറിന്റെ പ്രധാന വികസന പദ്ധതികൾക്ക് തടസ്സമായിട്ടുള്ളത് ആവശ്യമായ സ്ഥലം ലഭിക്കാത്തതാണെന്ന് ജനകീയ വികസന കൂട്ടായ്മയിൽ മന്ത്രി സജി ചെറിയാൻ മറുപടിയായി പറഞ്ഞു. പൈതൃക ഗ്രാമം പദ്ധതി, ബൈപ്പാസ് റോഡ്, ഫയർ സ്റ്റേഷൻ തുടങ്ങി ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പല പദ്ധതികൾക്കും സ്ഥലം ലഭിക്കാത്തതാണ് പദ്ധതികൾ നീണ്ടുപോകുന്നതിന് കാരണമാകുന്നത്. ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മുല്ലശ്ശേരിക്കടവിൽ പമ്പാ നദിക്ക് കുറുകെ പാലം പണിത് ബൈപ്പാസ് സാധ്യമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. എന്നാൽ ഹരിപ്പാട് ശുദ്ധജല പദ്ധതിക്കായി മുല്ലശ്ശേരിക്കടവിൽ കൂറ്റൻ ജലസംഭരണി നിർമ്മിച്ചതോടെ ആ പ്രതീക്ഷകൾ ഇല്ലാതായി. പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ സജി ചെറിയാന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും പാരിസ്ഥിതിക പഠനത്തിനും മണ്ണ് പരിശോധനയ്ക്കും ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു. പാരമ്പര്യ വ്യവസായമായ വെങ്കലപാത്ര നിർമ്മാണത്തോടൊപ്പം വെള്ളി ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഇതിന്റെ പുനരുദ്ധാരണവും ആധുനിക വൽക്കരണവും പരമ്പരാഗത തൊഴിലുകളുടെ പരിശീലനവും വിപണനവും ലക്ഷ്യമിട്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ കഴിയുന്ന തരത്തിൽ കെ രാമചന്ദ്രൻ നായർ MLA ആയിരുന്ന കാലത്താണ് പൈതൃക ഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ടത്. പൈതൃക ഗ്രാമ പദ്ധതിയിൽ പിൽഗ്രിം ടൂറിസം കൂടി സമന്വയിപ്പിച്ച് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ കൂടി ഉൾപ്പെടുത്തി 35 കോടി രൂപയുടെ പദ്ധതി മന്ത്രി സജി ചെറിയാൻ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഇവ രണ്ടും തന്റെ സ്വപ്ന പദ്ധതികളാണെന്നും യാഥാർത്ഥ്യമാക്കുന്നതിനാണ് ഇനിയുള്ള പരിശ്രമങ്ങളെന്നും സജി ചെറിയാൻ ഉറപ്പു നൽകി. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.